ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് ഇനി കാണാൻ വേണ്ടി സാധിക്കുന്നത് ആദർശിനെ നയനെ മുത്തശ്ശൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ അനന്തപുരിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടുപേരെയും അമ്പലത്തിൽ വെച്ച് കാണുന്നുണ്ട്. മുത്തശ്ശൻ രണ്ടുപേരോട്ട് പറയുന്നുണ്ട്, നമ്മുടെ തറവാട്ടില് ഒരു വലിയൊരു പൂജ നടക്കാൻ വേണ്ടി പോവാണ്. തറവാട്ടിലെ എല്ലാ അംഗങ്ങളും ആ പൂജയിൽ പങ്കെടുക്കണം. ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മുത്തശ്ശ, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. മുത്തശ്ശൻ തന്നെയാണ് ഈ പറയണത് എന്ന് ആദർശ് ചോദിക്കുമ്പോഴേക്കും നയനെ പറയണ്ട, അതേ ആദർശേട്ടാ, മുത്തശ്ശൻ തന്നെയാണ് ഈ പറയണത്. ഇതെല്ലാം മുത്തശ്ശന്റെ ഒരു നാടകമായിരുന്നില്ലേ? ആദർശേട്ടൻ ശത്രുക്കളെ വളരെ വിദഗ്ധമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ ജസ്റ്റ് ഒരു നാടകം കളിച്ചതാണ്, അല്ലെങ്കിൽ ഒന്ന് അഭിനയിച്ചതാണ്. കറക്റ്റ് ആയിട്ട് ആദർശേട്ടൻ ശത്രുക്കളെ മുത്തശ്ശന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്തില്ലേ? അതുകൊണ്ട് ഇപ്പൊ മുത്തശ്ശൻ നമ്മുടെ അടുത്ത് ഒരു ദേഷ്യമില്ല, അല്ലെങ്കിലും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദർശേട്ടൻ അത് ബിസിനസ് ചെയ്യാൻ അറിയാം, എങ്ങനെ ബിസിനസ്സിൽ മുന്നേറണമെന്ന് അറിയാം. പക്ഷെ ചതികൾ വരുമ്പോ അതെങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അത് മുത്തശ്ശൻ ഒരു പാഠമായിട്ട് പഠിപ്പിച്ചതാണ്. ഓ മുത്തശ്ശ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു മുത്തശ്ശൻ എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ കഴിഞ്ഞെന്ന്. എന്നാലും ഭയങ്കര സന്തോഷമായി. എന്നാലും നയനെ, നിനക്ക് ഈ സത്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നല്ലേ? എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. ഈ ഇടക്ക എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത്. അതെന്റെ അവസ്ഥ മോശമായത് കൊണ്ടാണ് കേട്ടോ. ഞാൻ പ്രഗ്നന്റ് അല്ലേ? ആ സമയത്ത് മുത്തശ്ശനും പിണങ്ങിയിരിക്കണ സഹിക്കാനാവാതെ ഞാനൊരു പ്രാവശ്യം തലകറങ്ങി വീണല്ലോ. അങ്ങനെ മുത്തശ്ശന് എനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ആദർശേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞു. ആദർശേട്ടൻ്റെ ഇതുവരെ ഞാൻ ഒരു സത്യവും മറച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് മറച്ചു വെച്ചോണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എല്ലാം നല്ലതിനാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം മുത്തശ്ശൻ വേണ്ട, അതേ മക്കളെ, നിങ്ങളെന്നും പിരിഞ്ഞിരിക്കാൻ ഈ മുത്തശ്ശന് ആവില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇനി കുറച്ച് നാളല്ലേ ആയുസുള്ളൂ. ആ സമയത്ത് എന്റെ കൊച്ചുമക്കളും മരുമക്കളും അവരുടെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ അനന്തപുരി ജീവിക്കാനാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഇനി ആ വീട്ടിലെ താമസം മതി. എലിസബത്തിനെയും കൂട്ടാം, മോൾക്കൊരു സഹായം ആവാലോ. അത് നന്നായി മുത്തശ്ശ. എന്തായാലും എലിസബത്ത് ചേച്ചി എനിക്ക് വലിയൊരു സഹായം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എലിസബത്ത് ചേച്ചി നോക്കി ചെയ്ത് തന്നോളും. പിന്നെ വീട്ടിലെല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എലിസബത്ത് ചേച്ചിക്ക് ഒരു വരുമാനം ആവുമല്ലോ. അത് ശരിയാ, എലിസബത്ത് നമ്മുടെ കൂടെ അനന്തപുരി വന്ന് നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച വേണം വരാനായിട്ട്. പിന്നെ ഞായറാഴ്ച വേറെ ഒരു സർപ്രൈസ് കൂടി ഞാൻ ഒരുക്കുന്നുണ്ട്. അതെന്താ? അപ്പൊ നയനെ പറഞ്ഞിട്ട്, ഓ അനിയുടെയും അവന്തികയുടെ വിവാഹ നിശ്ചയമായിരിക്കും അല്ലെ? അത് മാത്രല്ല, വേറൊരു വൺ സർപ്രൈസ് ഉണ്ട്. അതൊക്കെ ഞായറാഴ്ച ആവട്ടെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും എന്റെ പൊന്നു മക്കള് ഞായറാഴ്ച വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ്. ആദർശ് നയനെ ഭയങ്കര സന്തോഷാവട്ടോ. ആദർശ് പറയണ്ട, എന്റെ നയനെ, എനിക്ക് ഈ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല, അതുപോലെ സന്തോഷമാണ്. എന്നാലും ഇത്ര വലിയൊരു നല്ലൊരു കാഴ്ച കാണാനും നല്ല രീതിയിൽ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടും കുറച്ചൊന്ന് വിഷമിക്കേണ്ടി വന്നാലും അതിന്റെ ഇരട്ടിയുടെ 100 ഇരട്ടിയായിട്ട് ഇപ്പൊ സന്തോഷം അനുഭവിക്കാണ്. അതേ ആദർശിട്ട മുത്തശ്ശൻ അല്ലെങ്കിൽ അങ്ങനെയാണ്. ആദ്യം ബിസിനസ്സും കാര്യങ്ങളൊന്നും അല്ല, ആദ്യം നിങ്ങൾ കൊച്ചുമക്കളും മരുമക്കളായി ഞങ്ങളെയൊക്കെ തന്നെയാണ് മുത്തശ്ശന് ഏറ്റവും വലിയ ഇഷ്ടം. പിന്നെ കൊച്ചുമക്കളിൽ അബിനോട് മാത്രമേ കുറച്ച് ഇഷ്ടക്കുറവുള്ളൂ. അത് അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. അത് നീ പറഞ്ഞത് ശരിയാണ്. അബി നല്ല സ്വഭാവമാണെങ്കിൽ മുത്തശ്ശൻ അവനെയും എന്നെയും അനീനെയും പോലെ ചേർത്ത് വെച്ചാനെ. അതെ, എന്തായാലും നമുക്ക് ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോവാല്ലേ? പിന്നെ പോണം എന്ന് ആദർശം പറയാണ്. അതേസമയം മുത്തശ്ശൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരണ വഴിയിൽ വെച്ച് നമ്മുടെ നാഗേന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രന്റെ ഷർട്ടിനെ പിടിച്ച് മുത്തശ്ശൻ നല്ല രീതിയിൽ കുടയുന്നുണ്ട്. എടാ നാഗേന്ദ്ര, നാണമില്ലാത്തവനെ, നിനക്ക് പുറകേന്ന് കൊത്തണ പരിപാടി ഇപ്പോഴും നിർത്തിയില്ലല്ലേ? 22 വർഷം മുമ്പ് നിന്നെ ഞാൻ പടി ഇറക്കി പിണ്ടം വെച്ചതല്ലേടാ. പിന്നെ എവിടെയോ പോയി 10 പൈസ ഉണ്ടാക്കി. അത് കൊള്ളക്കടത്തും കള്ളക്കടത്തും കാണിച്ചിട്ടാണ് നീ ഉണ്ടാക്കിയെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ കൊടുക്കുന്ന ജ്വല്ലറി സ്വർണം പത്തരമാറ്റ് സ്വർണം അല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതിപ്പോ കസ്റ്റമേഴ്സിന് മനസ്സിലായി. ഇനി ജ്വല്ലറി ഉടനെ അടച്ചു പൂട്ടേണ്ടി വരുവാടാ. മൂർത്തീസ് ജ്വല്ലറി വിൽക്കുന്നത് പത്തരമാറ്റ് തനി തങ്കവാടാ. അതുകൊണ്ടാ ഈ മൂർത്തീസ് ജ്വല്ലറി ഇപ്പോഴും തല ഉയർത്തി പിടിച്ചു നിൽക്കണത്. അതിനെ തോൽപ്പിക്കാൻ ജ്വല്ലറി എന്നല്ല, ഇതുപോലെ കള്ളത്തരം കാണിച്ചിട്ട് ഒരു ജ്വല്ലറിക്കും പറ്റില്ലടാ. ഇനി ഞങ്ങളുടെ 7 അയലത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് മൂർത്തി നമ്മുടെ നാഗേന്ദ്രനെ പിടിച്ചൊരു ഒറ്റ തള്ളാണ്. എന്നിട്ട് അവിടെ നേരെ അനന്തപുരിയിലേക്ക് വരുവാണ്. പക്ഷെ നാഗേന്ദ്രൻ മനസ്സിൽ വിചാരിക്കണം, ശരിയാടോ, തന്റെ 7 അയലത്ത് ഞാൻ വരില്ലായിരിക്കും, പക്ഷെ എന്റെ മോള് വരും. അവളുടെ അനിയുടെ വിവാഹ നിശ്ചയവും വിവാഹമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അതോടുകൂടി തന്റെ അനന്തപുരി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴോടോ. താൻ കണ്ടോ, എന്റെ മോൾ അവിടെ കലക്കാൻ പോവാ. അതുവരെ ഈ നാഗേന്ദ്രൻ കുറച്ചൊന്ന് പത്തി താഴ്ത്തി നിൽക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പക്ഷെ 10 മടങ്ങോടുകൂടി നാഗേന്ദ്രൻ തിരിച്ചു വരോടോ.
വിഷം ചീറ്റുന്ന പാമ്പായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. അങ്ങനെ ഞായറാഴ്ചത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. ഈശ്വര, മുത്തശ്ശൻ എന്താ മനസ്സിലാവാത്തത്? തന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്ന് എന്താ മുത്തശ്ശൻ മനസ്സിലാക്കാത്തത്? കൊച്ചുമക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സും എല്ലാം മുത്തശ്ശൻ അറിയാം. പക്ഷെ ഇത് മാത്രം എന്താ മുത്തശ്ശൻ മനസ്സിലാക്കാത്തത്? എനിക്ക് അവന്തികേനെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല. ചെറുപ്പം മുതൽ അവളെ പെങ്ങളായിട്ട് കാണണം, സ്വന്തം പെങ്ങളായിട്ട് കാണണമെന്ന് മുത്തശ്ശൻ തന്നെയാണ് എന്നെയും ആദർശേട്ടനെയും പഠിപ്പിച്ചത്. എന്നിട്ട് അവസാനം ഇപ്പൊ മുത്തശ്ശൻ തന്നെ പറയണു അവളെ വിവാഹം കഴിക്കാനായിട്ട്. ശരിയാ, മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വേണ്ടി നന്ദുവിനെ പെണ്ണാലോചിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ എങ്കിലും അവന്തികനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് മുത്തശ്ശൻ എന്താ എന്റെ മനസ്സ് മാത്രം മനസ്സിലാക്കാത്തതാ എന്നൊക്കെ പറഞ്ഞ ആകെ വിഷമിച്ചിരിക്കുകയാണ് അനി. അനിയുടെ ഈ വിഷമമൊക്കെ തന്നെ മുത്തശ്ശൻ കാണുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ വിചാരിക്കുന്നത് ഞായറാഴ്ച ആവട്ടെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടി പോകാണ് എന്ന് വിചാരിക്കാണ്. അബിയാണെങ്കിൽ ആകെ ടെൻഷനിലാട്ടോ. ഇതൊക്കെ കണ്ട് നവ്യക്ക് സന്തോഷാവാണ്. എടാ അബി, കള്ളത്തരം കാണിക്കണം നിനക്കും നിന്റെ അമ്മക്കും പിന്നെ നിന്റെ അനിയത്തിന്ന് പറഞ്ഞവൾക്കോ പിന്നെ നിന്റെ അച്ഛനും. ഇനിയിപ്പൊ അധികം നാളെ ആയുസ്സൊന്നും ഇല്ലടാ. ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളും പുറത്താവും. പിന്നെ ഇപ്പൊ കയറി കിടക്കാനൊരു സ്ഥലം ഉണ്ടല്ലോ, നിങ്ങളുടെ അച്ഛന്റെ വീട് എന്നൊക്കെ പണ്ട് നവ്യ പൊട്ടിച്ചിരിക്കാനുള്ളില്. അല്ല അബി, നിന്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ. എന്റെ വിഷമം എന്താന്ന് നിനക്കറിയില്ലേ? ഈ തോൽവിയൊക്കെ ആദ്യമായിട്ടാണ് നിനക്ക് ഉണ്ടാവണത്. ഇതിനു മുമ്പ് നീ തോറ്റിട്ടൊക്കെ ഇല്ലേ? അങ്ങനെ വിചാരിച്ചാ മതിയടാ. ഞാനേ മിണ്ടാതിരിക്കാണ്. കാരണം ഞായറാഴ്ച അവന്തികയുടെ മകളുടെ വിവാഹ നിശ്ചയമാണല്ലോ. അവരുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, കൊടുക്കുന്നുണ്ട് ഞാനല്ല. അത് ശരിയാടാ, അവരുടെ വിവാഹം കഴിഞ്ഞോട്ടെ, എല്ലാം കൂടി നമുക്ക് കൊടുക്കാം എന്നൊക്കെ നവ്യയും പറയുന്നുണ്ട്. നവ്യയും മനസ്സിൽ വിചാരിക്കണം, ഈശ്വര, മുത്തശ്ശൻ എന്താണ് അവ കണ്ടിരിക്കുന്നത്? ഈ അവന്തികയുടെ സ്വഭാവം മുത്തശ്ശൻ എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക? ഇവളും ഭയങ്കര വിഷപ്പാമ്പാണെന്ന് എങ്ങനെയാ മുത്തശ്ശനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ നവ്യയും വിചാരിക്കുകയാണ്. നവ്യ വിചാരിക്കേണ്ട കൂട്ടുകാരത്തിനെ കൊണ്ട് ഒരു മെസ്സേജ് അയപ്പിച്ചാലോ? അതെ, അത് തന്നെയുള്ളൊരു മാർഗം എന്ന് പറയാണ്. അങ്ങനെ വിചാരിക്കുന്ന നവ്യ കൂട്ടുകാരനെ കൊണ്ടൊരു മെസ്സേജ് മുത്തശ്ശന്റെ മൊബൈലിലേക്ക് അയപ്പിക്കുകയാണ്. അവന്തിക ഒരു വിഷം ചീറ്റുന്ന പാമ്പാണ്. നാഗേന്ദ്രന്റെ മകളായതുകൊണ്ട് അതേ തനി സ്വഭാവമാണ് അവൾക്കും കിട്ടിയിരിക്കുന്നത്. അവളുടെ ആ ഒരു പ്രവൃത്തികളൊക്കെ മുത്തശ്ശനൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ സത്യം മുത്തശ്ശനെ മനസ്സിലാകും എന്നൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വായിക്കുന്ന മുത്തശ്ശനും പിന്നീട് ഒരു ഡൗട്ട് തോന്നണം. കാരണം ആദർശിനെ പല കാര്യങ്ങളിലും സഹായിച്ച പെൺകുട്ടിയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുന്ന മുത്തശ്ശനും മനസ്സിലാവാണ്. മുത്തശ്ശൻ പിന്നീട് അവിടെ നിന്ന് 2 ദിവസമെങ്കിൽ 2 ദിവസം അവന്തികയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാട്ടോ. അവളുടെ ഒളിഞ്ഞിരുന്നുള്ള സംസാരവും അവളുടെ കുറച്ച് വരവ് പോക്കൊക്കെ മനസ്സിലാക്കുന്ന മുത്തശ്ശനെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തായാലും ഞായറാഴ്ച ആവാൻ 2 ദിവസം കൂടി സമയമുണ്ട്. ഞായറാഴ്ച ആവട്ടെ. അഥവാ അവന്തിക ഒരു വൃത്തികെട്ടവളാണ്, ഒരു ചതിയത്തിയാണ്, ഒരു വഞ്ചകയാണെങ്കിൽ അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളുക. എന്നിട്ട് ഇനിയിപ്പോ കനകയുടെയും ഗോവിന്ദന്റെ സമ്മതം ഒന്നും നോക്കുന്നില്ല. അനിയുടെയും അതുപോലെ തന്നെ നന്ദുവിന്റെ വിവാഹ നിശ്ചയം താൻ ഇവിടെ നടത്തും എന്ന് നമ്മുടെ മുത്തശ്ശൻ ഉറച്ചു തീരുമാനിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും മുത്തശ്ശൻ ഒരു കലക്കാൻ വേണ്ടി തന്നെ പോകുകയാണ് ഞായറാഴ്ച. അവന്തികയുടെ മനസ്സിലിരിപ്പൊക്കെ മുത്തശ്ശൻ അറിഞ്ഞ അവന്തികയും ഗേറ്റിന്റെ പുറത്താണ്. പിന്നെ തൊട്ട് പിന്നാലെ ജലജയും അബിയും എല്ലാവരും പടിയിറങ്ങുന്ന ഭാഗങ്ങൾ. പിന്നീട് അങ്ങോട്ട് നാഗേന്ദ്രനും അവന്തികയും ജലജയും അബിയൊക്കെ ഒന്നിച്ചിരുന്നിട്ടായിരിക്കും അനന്തപുരിനെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കണത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.